ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയേ. ഞാൻ സ്ഥിരമായിട്ട് മീൻ വാങ്ങുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ നിന്ന് മീൻ വാങ്ങിയതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് വാള മീനാണ് കിട്ടിയത്. ആ മീൻ കറി വയ്ക്കുന്നതും ഫ്രൈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം. എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ. ഈ ചേച്ചിയുടെ പേര് ത്രേസ്യ എന്നാണ്. നിങ്ങളൊക്കെ മീൻ വാങ്ങുമ്പോൾ ഈ ചേച്ചിയെ ഒന്ന് കണ്ടാൽ മതി. നല്ല ലാഭത്തിന് മീനൊക്കെ തരുവേ. ഇതാണ് ഞാൻ വാങ്ങിയ മീന്. ഈ മീന് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് കഴുകിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഈ മീനാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതിനി കഴുകിയെടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ മീനിൻ്റെ ഈ അഴുക്ക് എങ്ങനെയാണ് കളയുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ വേണം ഇതിൻ്റെ അഴുക്ക് കളയേണ്ടത്. കണ്ട, ഇതിങ്ങനെ ഇളകി വരും. ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകി വരും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇത് കത്തി വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇളക്കണം. ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഭാഗവും ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ചിറക് പോലത്തെ ഈ ഭാഗമില്ലേ, ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇത് ഇളകി വരുന്നത്. ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ വരുന്നുണ്ടോ? ഇതുപോലെ ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഇളകി വരും. ഇനി ഇത് കഴുകി, ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടും ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ മീനിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതാ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ടായിരുന്നേ. രണ്ടും നന്നായിട്ട് ഇങ്ങനെ അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. മീൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ തലഭാഗം കട്ട് ചെയ്തെടുക്കണം. ഇതിനകത്തുള്ള സാധനം ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് ഇടണം. എന്നിട്ട് ഈ നടുക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ മീനിൻ്റെ ഒരു മുട്ടയുണ്ട്. അപ്പോൾ അതിങ്ങനെ എടുക്കണം. ഇത് അതിനകത്തിരുന്ന് പൊട്ടിപ്പോയി. പൊട്ടാത്ത രീതിയിൽ വേണം എടുക്കേണ്ടത്. ഞാനത് ഇങ്ങനെ ഇതിൻ്റെ അഴുക്ക് കളഞ്ഞ സമയത്തേ അതിലിങ്ങനെ കത്തി കൊണ്ടിട്ട് അത് പൊട്ടിപ്പോയി. ഇത് ആ മീനിൻ്റെ മുട്ടയാണേ. ഇങ്ങനെയുള്ള മീൻ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മുട്ട ഇങ്ങനെ പൊട്ടാതെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷെ അത് പൊട്ടിപ്പോയി. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. ഇനി ഈ മീൻ എങ്ങനെയാണ് ഓരോ കഷ്ണങ്ങളാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് രണ്ടും ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ മീൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത്
കറി വയ്ക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും കാണിച്ചു തരാവേ. കൂട്ടുകാരെ, വാള മീൻ കറി വയ്ക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവപ്പൊടി, മുളക് പൊടി, പുളി പിഴിഞ്ഞെടുത്തത്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ചെടുത്തത്. ഇനി ഇതിൽ പാകത്തിന് ഉപ്പും ചേർക്കണം. അപ്പോൾ ഇനി മീൻ കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരെ, ഞാനിപ്പോൾ വാള മീൻ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൽ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് ചതച്ചെടുത്തതാണ്. അത് അതിലേക്ക് ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വേഗം നോക്കി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉള്ളി വേഗം ഒന്ന് മൂത്ത് വരും. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇടുന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 3 സ്പൂണ് ഇട്ട് കൊടുക്കണം. വാള മീനിന് കുറച്ച് എരിവ് വേണം. എരിവ് എന്ന് പറഞ്ഞാൽ എങ്കിൽ അത് കഷ്ണത്തിൽ നന്നായിട്ട് എരിവ് പിടിക്കണം. എങ്കിലേ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മുളക് പൊടിയിലെ ആ പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതില് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക്, ഉലുവപ്പൊടി, കുരുമുളകും ഉലുവപ്പൊടി. ഇനി നമ്മൾ ഇതിന്റെ മസാല കൂട്ട് റെഡിയാക്കിയതിന് ശേഷം എരിവ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചേർക്കേണ്ടത് പുളിയാണ്. പുളി ഞാനിവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. പുളി നോക്കിയതിന് ശേഷം കറി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പുളിയൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വേണം ചേർക്കേണ്ടത്. എന്നിട്ട് ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം വേണം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇതൊന്ന് മസാല ഒന്ന് റെഡിയായി വരട്ടെ. എന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ ഈ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതില് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഈ മീന് ഇതില് കിടന്ന് വെന്ത് വരാനുള്ള പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് ഈ മസാലയിൽ കിടന്നിട്ട് മീന് നന്നായിട്ട് തിളച്ച് വെന്ത് അതിന്റെ മസാലയെല്ലാം പിടിച്ച് വരണം. അതിന് കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം.
മസാല ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. മസാല നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന്റെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോ പീസായിട്ട് എടുത്ത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഓരോ പീസായിട്ടോ ഓരോന്നോരോന്നായിട്ട് മസാലയിൽ ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിന്റെ ഈ സൗണ്ട് കേൾക്കാത്ത രീതിയിലാണ് ഞാൻ ഓരോന്നായിട്ട് എടുത്തിടുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ അതില് ഇങ്ങനെ സൗണ്ട് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് പോലെ തോന്നില്ലേ, അതുകൊണ്ടിട്ടാണേ. അപ്പൊ ഞാൻ ഈ മീനെല്ലാം ഇനി ഇതിലിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഈ മസാല കൂട്ടിലേക്ക് ഞാൻ മീനിന്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് വെന്ത് പാകമായി വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂട്ടുകാരെ, നമ്മുടെ വാള മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായോ? വാളമീന് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വാളമീൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. വാളമീനിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞെടുത്തത്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും കൂടെ ഇട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. എന്നിട്ട് ഇത് ഈ മീനിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുക്കണം. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വാളമീനിൽ മസാലയെല്ലാം ചേർത്തു നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മസാല ചേർത്ത് വെച്ച മീന് ഫ്രൈ ചെയ്യാൻ പോവാണ്. എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഓരോ പീസ് മീനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീനിട്ട ഉടനെ അത് ഇളക്കാൻ പാടില്ല. അതൊന്ന് ഒരു സൈഡ് മൂത്ത് വന്നതിന് ശേഷം വേണ്ടി മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മീന് പൊടിഞ്ഞു പോകും. അപ്പൊ അതൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് ഈ മീൻ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് പതിയെ വേണം മറിച്ചിട്ട് കൊടുക്കാനേ. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകുകയൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കത് വറുത്തെടുക്കാൻ സാധിക്കും. ഇത് നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കും. ഹലോ കൂട്ടുകാരെ, ഞാൻ ഉണ്ടാക്കിയ വാളമീൻ കറി വെച്ചതും ഫ്രൈ ചെയ്തതുമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കപ്പയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അത് നിങ്ങൾക്ക് ഞാൻ ദാ ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് കഴിച്ചോളൂ. കഴിച്ചതിന് ശേഷം ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഹലോ കൂട്ടുകാരെ, എൻ്റെ കൂട്ടുകാരൊക്കെ കുറേ പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, ഞാൻ ഉണ്ടാക്കുന്ന ഈ ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഞാനും ഒന്ന് കഴിച്ച് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എത്ര ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവേ. ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല, മറ്റുള്ളവരാണ് പറയേണ്ടത്. പക്ഷെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇതൊന്ന് കഴിച്ച് കാണിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടേ. ഇതുപോലെ നിങ്ങൾ കറികൾ ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.